ഹായ് സാർ, നമസ്കാരം. ലോകത്തിൽ രണ്ട് തരം ആളുകൾ മാത്രമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നത്. ശരിയല്ലേ? ഒന്ന് ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ബിസിനസ്മാൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ആക്റ്റീവ് ഇൻകമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് അദ്ദേഹത്തിന് പണം കണ്ടെത്താൻ കഴിയും. അതിന് രണ്ട് മൂന്ന് സാഹചര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒന്ന്, അദ്ദേഹം ഏത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ലഭിക്കണം. അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ളൊരു ഫിസിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു സമയത്ത് മാത്രമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആക്റ്റീവ് ഇൻകം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ലോകത്തിൽ 75% ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്ത ആളുകളെയാണ് നമുക്ക് അറിയാവുന്നത്. അതായത് ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നന്നായി പഠിക്കുക, ജോലി കണ്ടെത്തുക എന്നുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് ഫോളോ അപ്പ് ചെയ്യുകയും അവർ മനസ്സിലാക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് എവിടെയും നമുക്ക് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ കൂടുതൽ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. തമാശയായി ചിലപ്പോഴെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാസം 15 ദിവസം രാജാവായിട്ടും ബാക്കി 15 ദിവസം യാചകനായിട്ടും ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഒരു ആക്റ്റീവ് ഇൻകം, ഒരു സാധാരണ ഒരു തൊഴിലാളിയായും ഒരു ശമ്പളം വാങ്ങിക്കുന്ന ആളായും ഒക്കെ ജോലി ചെയ്ത ഒരാളാണ്. ഈ ഒരു രണ്ട് പ്രോസസ്സിലൂടെയും കടന്നു പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും ഒരു സാമ്പത്തിക ആരോഗ്യം ഉള്ള ഒരു വ്യക്തിയായി മാറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ, അതിന്റെ സാധ്യതയെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്നും പണം എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതെന്നും ആ പണത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും പഠിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തികച്ചും സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ച് ഇന്ന് പണത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ മാത്രമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നത്. ഓക്കെ, അത്തരം വ്യക്തികളെ കുറിച്ച് ലോകം മുഴുവൻ ഒത്തിരി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത്തരം പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നതിന് മുമ്പ് അദ്ദേഹം അന്ന് വരെ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പണത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കാൻ ആരംഭിച്ചാൽ മാത്രമേ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഏതൊരു സാധാരണക്കാരനെയും ആ ഒരു തലത്തിലേക്ക് വളർത്താൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾ വെയിൻ ഇന്റർനാഷണൽ. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഏകദേശം 4 വർഷം കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന പ്രോഗ്രാം 6 പ്രോഗ്രാമുകളാണ് പേൾ വെയിൻ അവതരിപ്പിക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുൻപിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കാണാം. പേൾ വെയിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്കിലും ഞാൻ പറയാം, 6 പ്രൊജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. ഈ ഒരു ചാർട്ട് നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ ഒരു വ്യക്തി 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കേണ്ടത് 1000 രൂപയാണ്. ഒരു മാസം 30,000. അങ്ങനെ 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. 0.20 ആണ് ഡെയിലി അദ്ദേഹത്തിന് റിവാർഡായി ലഭിക്കുക. ഓക്കെ, ഇവിടെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. 85% വിഡ്രോവൽ ചെയ്യാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടിങ്ങിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ എങ്ങനെയാണ് വളരുന്നത് എന്ന് നമുക്ക് ചെറിയ സമയം കൊണ്ടൊന്ന് പരിശോധിക്കാം.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 85% 850 രൂപയാണ് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ 850 ഇൻറ്റു 30 ദിവസം അദ്ദേഹത്തിന് 25,500 രൂപയാണ് ലഭിക്കുക. ഓൾറെഡി അദ്ദേഹം കോമ്പൗണ്ട് ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മാസം ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,25,500 രൂപയായി വർദ്ധിക്കും. സ്വാഭാവികമായും ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ റിട്ടേണും വർദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ മാസം 850 രൂപയാണെങ്കിൽ രണ്ടാമത്തെ മാസം 893 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും വരുമാനം എന്ന് പറയുന്നത്. അദ്ദേഹം വീണ്ടും രണ്ടാമത്തെ മാസവും കോമ്പൗണ്ടിങ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മാസം 5,52,290 രൂപയായി ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡെയിലി വരുമാനം എന്ന് പറയുന്നത് 938 രൂപയായിട്ടും വർദ്ധിക്കുന്നു. 938 ഇൻറ്റു 30 അദ്ദേഹത്തിൻ്റെ മാസവരുമാനം 28,140 രൂപയായി വർദ്ധിക്കുന്നത് കാണാം. അദ്ദേഹം നാലാമത്തെ മാസം വീണ്ടും എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 5,80,430 രൂപയായി വർദ്ധിക്കുന്നു. അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്ന റിട്ടേൺ 986 രൂപയായിട്ട് വർദ്ധിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തിന് നാലാമത്തെ മാസം റിട്ടേൺ ലഭിക്കുന്നത് 29,580 രൂപയായിരിക്കും. അഞ്ചാമത്തെ മാസം വീണ്ടും അദ്ദേഹം കോമ്പൗണ്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, 5 ലക്ഷം രൂപയിൽ നിന്നും 6,10,1010 രൂപയായി. അദ്ദേഹത്തിൻ്റെ ഡെയിലി വരുമാനം 1,037 രൂപയായി വർദ്ധിക്കുന്നതും കാണാം. ഇങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ ചാർട്ട് നിങ്ങൾ പരിശോധിക്കുമ്പോൾ 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് 24,55,048 രൂപയായി അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപ വർദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, 100 USDT ഉപയോഗിച്ചാണ് അദ്ദേഹം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വാലറ്റിൽ 100 USDT തിരികെ ലഭിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ കാണുന്നത് ഒരു മാസത്തിൽ ഒരു തവണ കോമ്പൗണ്ട് ചെയ്യുന്നതിൻ്റെ കണക്ക് മാത്രമാണ്. പക്ഷേ കോമ്പൗണ്ടിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് 100 USDT എപ്പോഴൊക്കെയാണോ വാലറ്റിൽ വരുന്നത് അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 24,55,048 രൂപയേക്കാൾ വലിയ രീതിയിൽ നമ്മുടെ 5 ലക്ഷം രൂപ ഏകദേശം 45-50 ലക്ഷം രൂപയോളം ആയി വർദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് അതിനൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ള പണം വിഡ്രോ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കുന്ന പണം കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അവസരം എന്നുള്ള രീതിയിൽ കോമ്പൗണ്ടിങ് അവതരിപ്പിക്കുന്നത്. നിങ്ങളിത് വളരെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ 1000 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ കഴിയും. ഓക്കെ, ഇതാണ് സിസ്റ്റം അവതരിപ്പിക്കുന്ന കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. പേൾവൈൻ ഇന്റർനാഷണൽ ഇതുപോലുള്ള ഏർലി ബേർഡ് റിവാർഡ് ഓഫർ, ബേണിംഗ് റിവാർഡ് ഓഫർ, ഇങ്ങനെ കുറച്ച് സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓരോ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. ഓരോ വീഡിയോ നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതാരാണോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അദ്ദേഹത്തെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതായി നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയും. പക്ഷേ കൃത്യമായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്ക് മുമ്പിൽ അവസരങ്ങൾ ഒത്തിരിയൊന്നും ഒത്തുവരില്ല. അങ്ങനെ വരുന്ന അവസരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ അനുഭവമാണ് എന്നെ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾ അയക്കുക. നമുക്ക് സംസാരിക്കാം. പരസ്പരം സംസാരിക്കുമ്പോഴാണ് അവസരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. മുൻധാരണയോടെ അല്ലാതെ നമ്മളൊരു കാര്യത്തെ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോഴാണ് നമുക്കതിൻ്റെ സാധ്യതയെ മനസ്സിലാവുക. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ജയ് പേൾവേൽ. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.